പ്രിയമുള്ളവരെ നമസ്കാരം. ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഒരാഴ്ച വരെ ഒന്നും ഓർമ്മയില്ലായിരുന്നു, ഒരു ചുക്കും ഓർമ്മയില്ലായിരുന്നു. ഇങ്ങനെ തങ്ങളെക്കുറിച്ച് മാധ്യമത്തിലങ്ങനെ കേൾക്കുന്നതല്ലാതെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് സ്ത്രീകളാണ് തങ്ങളങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഞാനൊന്ന് യൂട്യൂബിൽ തങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യൽ നിർത്തിയതായിരുന്നു. പക്ഷെ ഇന്നും ഒരു വീഡിയോ കണ്ട് ഇത്താത്ത കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഇന്ന് 3 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് കാണുന്ന വീഡിയോ നിങ്ങൾ അതിൻ്റെ അടിയിൽ അത് എത്ര മുമ്പ് അവർ അപ്ലോഡ് ചെയ്താണ് പ്രത്യേകം നോക്കണം. 1 കൊല്ലം 2 കൊല്ലം മുമ്പൊക്കെ ഹൈദറൊക്കെ ചെയ്ത വീഡിയോ ഇപ്പം തട്ടിക്കുട്ടി വീണ്ടും എടുത്തിടുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ അടിയിൽ നോക്കിയാൽ മതി എത്ര വർഷം മുൻപാണ്, എത്ര മാസം മുന്നാണ് അത് ഉള്ളതെന്നത്. കഴിഞ്ഞ 2-3 കൊല്ലം മുൻപുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുത്തു കൊണ്ടുവരുന്നത്. അതേപോലെ എത്താതെ ചെയ്ത വീഡിയോൻ്റെ ആ വെർഷൻ ഇപ്പോൾ ഇന്ന് വേറെ ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വോയിസ് ഇന്ന് ഇടയുമാണോ എന്ന് നിങ്ങൾ ഒന്നും കൂടി കേൾപ്പിച്ചു. കാരണം പുതിയതാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരാൾ വിളിച്ച് തങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ട ആളാണ്. അപ്പോൾ എത്താത്തക്കുള്ള 1-2 മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ എത്താത്ത. ഈ തങ്ങളെടുത്ത് ഇത്താത്തൻ്റെ ഫോട്ടോ തന്നെ വെച്ചത് ഒരിക്കലും ശരിയായില്ല. കാരണം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, അറിയില്ല, ഒന്നുമില്ല, എന്നെപ്പോലെ പല ആളുകളും. പക്ഷെ ഇത്താത്ത പറഞ്ഞ ഇത്താത്തക്ക് ഒരുപാട് ബാഡ് കമൻറ്റുകൾ വന്നെന്നില്ല. നമ്മളൊന്ന് കേൾക്ക ഇത്താത്ത എന്താ പറഞ്ഞെന്നില്ലേ. ഇത്താത്തനെ സ്നേഹിക്കുന്ന മുത്തുമണികൾ അല്ല, ഇത്താത്തനെ സ്നേഹിക്കുന്ന മുത്തുമണികൾ അതാരാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മളൊക്കെ പല ആളുകളെ സ്നേഹിക്കണം. ഈ താത്തനെ സ്നേഹിക്കുന്ന മുത്തുമണികൾ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആരായിരിക്കും? ആറ്റക്കോയ തങ്ങളെ ശത്രുക്കളാണ് ഈ താത്തനെ സ്നേഹിക്കുന്ന മുത്തുമണികൾ കേട്ടോ. പിന്നെ പാലക്കാട്, മണ്ണാർക്കാട്, മേലെ കൊടക്കാടില് ആറ്റക്കോയ തങ്ങളെ നൂറേ മദീന മുത്തുമണികളെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞോ? തങ്ങളെ മുത്തുമണികളെ അതും പറഞ്ഞിട്ടുണ്ട്. കമന്റ് ചെയ്യരുത്. രാവിലെ 7 മണിക്ക് ഞാൻ മൂല്യാരെ കാണാൻ വേണ്ടി 2-3 ബസ് കയറി ഞാനും തുണക്കാത്തി. ഇത്താത്തോട് ഞാൻ പറയാം, ഇത്താത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടായില്ലേ? ഇതൊക്കെ എങ്ങനെ കേൾക്കല്ലോ. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്താത്ത നിങ്ങൾ കേൾക്കണം. നമ്മളൊരു ആവശ്യത്തിന് ഇപ്പൊ ഒരു ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ മക്കത്ത് പോണേ ഇന്ന് രാവിലെയാണ് അവിടുന്ന് പോരുക. മാസങ്ങൾക്ക് മുമ്പേ വരും. പക്ഷെ ഇവിടെ 1-2 ദിവസത്തെ പരിപാടിയല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നത്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണാൻ പുലച്ചക്ക് 5 മണിക്ക് പോയി ടോക്കൺ എടുക്കണം. എന്നാലാണ് തിരിച്ച് 5 മണിയാകുമ്പോഴേക്ക് നേരെ വീട്ടിലെത്തുക. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ തങ്ങളെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിരാവിലെ തന്നെ വരാൻ ഞങ്ങൾ ആരെയും ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആവശ്യത്തിനാണ് നിങ്ങൾ വന്ന് പറഞ്ഞു. അവിടെ 11 മണിക്ക് ഞങ്ങൾ എത്തിയപ്പോ പറയുന്നത് 5 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് താത്ത അവിടുന്ന് പോന്നിട്ട് 11 മണിക്കാണ് താത്തന്റെ ഇവിടെ എത്തുന്നത്. നോക്കുള്ളൂ പറഞ്ഞു. അപ്പൊ ഈ 4 മണിക്ക് നോക്കുന്നില്ല. അവിടെ ശരിക്കും വിളിച്ചു നോക്കിയാൽ നമ്പറിൽ നോക്കിയാൽ അറിയാം എത്ര മണിക്കാണ് തങ്ങൾ അവിടെ ഉണ്ടാകുക. ഇതെല്ലാം അറിയക്കൊള്ളാണ് താത്ത ഇത്രയും നേരത്തെ വന്നത്. 4 മണിക്ക് ഞാൻ അവിടെ ചെന്ന് ടോക്ക് എടുത്തു. 150ാമത്തെ ടോക്കൺ കിട്ടി. ചോറ് ഉച്ചക്ക് തിന്ന് അവിടെ നിസ്കരിച്ചു. ചോറുമൊക്കെ നല്ലോണാണ് വെട്ടി മണിക്കിട്ടുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല, അതൊന്നും പറയുന്നില്ല. തങ്ങളെക്കുറിച്ച് എങ്ങനെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ചോറ് കഴിച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. 150ാമത്തെ ടോക്കൺ തന്നു അയാൾ. 150 ടോക്കൺ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇന്നൊക്കെ ഇന്ന് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നവിടെ ടോക്കനേ കിട്ടൂല. അത്രക്കും ആളെ നിങ്ങൾ ഈ തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് താത്തയും മറ്റേ താത്തയും എല്ലാവരും മനസ്സിലാക്കുക. ഞാനും അയാളും എരിയത്ത് കുത്തുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ കുറേ നേരം, കുറേ നേരം, വെറും 5-6 സെക്കൻഡ് എന്നോട് ഇന്ന് വിളിച്ച ആള് പറഞ്ഞത് ഒരു പെണ്ണിനെ നോക്കുക. പെണ്ണിനാന്നില്ല, ആണായാലും പെണ്ണായാലും ആരായാലും എന്താ കാര്യം എന്ന് പോലും തങ്ങൾ ചോദിക്കൂല. വന്ന കാര്യം നമ്മൾ അങ്ങോട്ട് പറയാ, അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം തങ്ങൾ എന്താ ചെയ്യുന്നത്? പരിശുദ്ധമായ ഖുർആനിലെ പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു തരുന്നു. അല്ലാണ്ട് തങ്ങൾ അവിടെ കെടുത്തി ചികിത്സ വേറൊരു പരിപാടി അവിടെ ഇല്ലല്ലോ. പോകുന്നതാണ്. പിന്നെ കുറെ ആശുപത്രിക്ക് പോയി തുണക്കാത്തി ഇവിടെ പറഞ്ഞിട്ട് പോന്നതാണ്. അയാൾ ജവാബും കബൂലും മുണ്ടിൽ കുറെ ഒരുപാട് താത്ത ആശുപത്രിയിലും പല സ്ഥലത്തും പോയിട്ടാണ് താത്ത അവസാനം ഈ തങ്ങളെത്തുന്നത്. നമ്മളൊക്കെ ഒരു ആശാ കേന്ദ്രമായിരിക്കും ഇങ്ങനത്തെ തങ്ങന്മാര് അല്ലേ. തങ്ങന്മാർക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്.
നമ്മൾ അവരെ കളിയാക്കാൻ പോരുത്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുണ്ടോ, തങ്ങന്മാരിനി ആരായിക്കോണെ. എൻ്റെ പൊൻ്റെ ഇറക്കിലുണ്ട് ഒരുപാട് തങ്ങന്മാർ. എനിക്ക് ആ തങ്ങളെ മക്കളൊക്കെ ചെറിയ മക്കളെ കാണും. എൻ്റെ അമ്മയൊക്കെ ബഹുമാനിക്കുന്ന ഒരു ബഹുമാനം കണ്ടിരിക്കുന്നു. എൻ്റെ മക്കളെ കൂട്ടുകാരുണ്ട് തങ്ങന്മാരെ മക്കളായിട്ട്. അവരെൻ്റെ വീട്ടിലേക്ക് കയറി. അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിക്കളി നടക്കുന്ന മക്കളായിരിക്കും. പക്ഷേങ്കിൽ ആ തങ്ങളിൻ്റെ വീട്ടിലെ തങ്ങന്മാരിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ അവരോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ടല്ലോ, അതൊക്കെ കണ്ട് പഠിച്ച് വളർന്നവനാ ഞാൻ. തങ്ങന്മാരെങ്ങനെ സ്നേഹിക്കണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇരുന്ന അയാളെടുത്ത് ഇരുന്ന് അപ്പൊ അയാള് ഈ ഒരു പാത്രത്തിൽ കുറെ സ്വർണം കൊണ്ടുവന്ന് ആരോ വെച്ചിക്കണേ. അപ്പൊ അയാൾ ആ സ്വർണം അങ്ങനെ ഓരോ ആൾക്ക് എടുത്തു കൊടുക്കാൻ ഒരു മൂല്യ തണ്ടായൊക്കെ എടുത്തോട്ട് എത്ര മുതലൊക്കെ എത്ര പാടുണ്ടോക്ക് നോക്കണല്ലോ. അത് തങ്ങളെ ഉത്തരവാദിത്താണ്. ആ ഒരു സ്വർണം മിസ്സായി കഴിഞ്ഞാൽ ചെറിയ 500, 100, 500 ഉറുപ്പ്യ അല്ലത്താ ഉള്ളത്, സ്വർണ്ണാണ്. ഓരോരുത്തർ ഉദ്ദേശം വെച്ചുകൊണ്ട് അവരെ ഉദ്ദേശം സഫലീകരിച്ചതിന് അവർ കൊടുക്കുന്ന ആദ്യകൾ. അല്ലാണ്ട് തങ്ങൾ ചോദിച്ചിട്ട് കയ്യുമ്പലത്തെ ഇങ്ങോട്ട് ഊരി ചെയിൻ ഇങ്ങോട്ട് ഊരി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരുപാട് തങ്ങളെ മുഹിബ്യങ്ങൾ എൻ്റെ കമൻറ്റിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങളോട് ആരെങ്കിലും തങ്ങൾ മോളെ ആ വളം ഇങ്ങോട്ട് ഊരിക്കൊണ്ടുക അല്ലെങ്കിൽ ആ പിടിച്ചിങ്ങോട്ട് എടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കമ്മലുണ്ട്, എത്ര പാസറുണ്ട് നോക്കണല്ലോ. തങ്ങൾ ഉത്തരവാദിത്തല്ലേ. കൊറേ ഞാൻ ഇരുന്നപ്പോ ആള് പറഞ്ഞു ഗൂഗിൾ പേ. എന്റെ താത്ത ഈ എല്ലാ കാര്യവും ചെയ്യാൻ സയ്യിദ് മാത്രമേ അല്ല അവിടെ, ബാക്കി ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ തങ്ങൾ കഴിയൂല. അതൊക്കെ തങ്ങൾ നോക്കുന്നില്ല, നിങ്ങളെ നോക്കുന്നില്ല. എൻ്റെ ഇടയിൽ കൂടിയാ ഗൂഗിൾക്ക് പൈസ ഇട്ട് തരണം, ഇന്നാലേ നോക്കുള്ളൂ. 10,000, 5,000, 10,000 ഞാൻ അവിടെ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ ഇനി തങ്ങൾ ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തങ്ങളെ കണ്ടിട്ടില്ല. നമ്മൾ ആഗ്രഹം ശരിയാകാൻ നമ്മളിപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലയിടത്ത് 100 രൂപയ്ക്കും ഫീസ്, ചിലയിടത്ത് 500 രൂപയ്ക്കും ഫീസ്. നിങ്ങളെ ഇഷ്ടത്തിനല്ലല്ലോ തങ്ങൾ ഫീസ് വാങ്ങുക. സ്വർണ്ണോടല്ല ഇന്ത്യത്തെ പൈസ ഇടല്ലേ. ഞാൻ അങ്ങനെ തന്നെ നീച്ചു പോന്ന് പിന്നെ പോകാനും നിൽക്കരുത്. കുറച്ച് 500 രൂപ വൈത്താലെ എല്ലാ പെണ്ണുങ്ങളുടെ അടിയിൽ കൂടി അയാൾ നടക്കണുണ്ട്. അപ്പൊ അയാള് നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെത്തിയപ്പോ ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനും. ഇത്താത്ത, നിങ്ങൾ മക്കത്തൊക്കെ പോകുന്ന കുറേ ആൾക്കാർ പരിചയമില്ല, ആരോടെങ്കിലും ചോദിച്ചു നോക്കേണ്ടി. അവിടെ നിന്ന് ഹജ്ജ് ചെയ്യാൻ വരുന്ന സമയത്ത് എല്ലാ രാജ്യക്കാരും വെളുത്തൂരുണ്ടാവും, കറുത്തൂരുണ്ടാവും, മക്കളുണ്ടാവും, വലിയവരുണ്ടാവും, പ്രായപൂർത്തിയായവരും അല്ലാത്ത എല്ലാവരും കലവിലായിട്ട് ആ തവാഫ് ചെയ്യുന്ന സഹ്യ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ മാഷറെ ചെന്ന മാതിരിയാ. തങ്ങൾക്ക് നിങ്ങളെടുത്ത് നിങ്ങളെപ്പോലെ അല്ല നിങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ അന്ന് ഞാൻ പറയുന്നില്ല. ഈ തങ്ങളും ഈ താത്തൻ്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എൻ്റെയൊക്കെ ഒരു അമ്മായില്ല, ഭയങ്കര ഒരുപാട് അമ്മായികളൊക്കെ ഉണ്ട്. ഓലൊക്കെ ഒരു മുഖത്തൊക്കെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളോട് സ്നേഹമുള്ളൂ. നിങ്ങളെ കാണുന്ന സമയത്ത് ഉമ്മാനോട് കാണിക്കുന്ന സ്നേഹം ഞങ്ങൾ കാണിക്കുന്നുള്ളൂ, അതേ തങ്ങളും കാണിക്കൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതന്നെയാണ് തങ്ങൾ എല്ലാവരെയും നോക്കാത്തത്. തങ്ങൾ ഒരാളെയും തങ്ങൾ കാണും പെണ്ണും ഒക്കെ അവിടെ കണക്കായിരിക്കും ആ സമയത്ത്. അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം, അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം, ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസ വേണം, അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാൻ പൈസ വേണം എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ ഊതിയില്ല. അങ്ങനെ ഉറുപ്പിട്ട് സ്ഥലത്തൊക്കെ ചെല്ലി 10 സുഹൃത്ത് ഊതി ഞാൻ പോന്ന്. പൊന്നാരമാണിക്ക് കലയുടെ എനിക്ക് അതിനോട് ദേഷ്യമില്ല, സങ്കടമില്ല. തോന്നിയാസ കമന്റ് ഇട്ട മത്സന്മാര് നിങ്ങളൊന്ന് ഓർക്കണം. ഞാനോ കമന്റ് താത്തന്റെ പ്രശ്നം ഇപ്പൊ എന്താണെന്നറിയോ? താത്തക്കെതിരായിട്ട് കമന്റ് ഇട്ട നിങ്ങളോടാട്ടോ പ്രശ്നം, അല്ല തങ്ങളോട് ഇപ്പം ഒരു വിഷയവും ഇപ്പം ഇല്ല. തങ്ങൾ പാവ അല്ലേ, അതിന്റെ പൈസ ലൈറ്റായി കൊടുക്കാണ്ട് തിരിച്ചു പോയി. ഇപ്പൊ കമന്റ് ഇട്ടവരൊക്കെയാണ് ഇനി അടുത്തത് വരുന്നത്. പറയാത്ത ചീത്തല്ല. അപ്പൊ നിങ്ങൾ ഇഞ്ഞപ്പോലെ ഈ കമന്റ് നിങ്ങൾ ഇതിലിട്ടത്, നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് നിങ്ങൾ ആ മൂല്യാരെ പയങ്കഞ്ഞി കുടിച്ച ആൾക്കാരാണ്, നിങ്ങളത് കുടിച്ചാൽ മതി. പയങ്കഞ്ഞി എന്നല്ല താത്ത, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബിരിയാണി എന്നെ വെച്ച് തങ്ങൾ കൊടുക്കുന്നുണ്ട്. എത്ര ആളുകൾക്കാ ഭക്ഷണം കൊടുക്കുന്നത്? കമന്റ് ചെയ്തതാ എന്തേ നിങ്ങൾ വലിയ ബീവികളായിട്ട് കമന്റ് ഇട്ടൊരു വലിയ ബീവികളായിട്ട് ഓരോ മോറി ബീവികളൊന്നല്ല കമന്റ് ഇട്ടവര്, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരത്തി കുട്ടികൾ തന്നെ ഉണ്ട് ഇങ്ങനെ കമന്റ് ഇട്ട് നല്ലോണം കയറ്റി തരാൻ. അല്ലാതെ എൻ്റെ നിങ്ങളെ മാതിരി പ്രായമുള്ള ആൾക്കാരല്ല കമന്റ് ഇടുന്നത്. നല്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആളുകളാണ് കമന്റ് ഇടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറ് യൂട്യൂബ് ചാനലിന്റെ മൂല്യന്മാർക്കുട്ടി ഇഞ്ച കവർക്ക് ഞാൻ ആ ഒരാളിച്ച് പോരൂലല്ലോ. ഈ പറയുന്നതിനൊക്കെ നിങ്ങൾ നാളെ സമാധാനം പറയണം. അതും നിങ്ങളെ കവറിലേക്ക് തന്നെ ഉണ്ടാകുക. തോന്നിയാസം പറഞ്ഞ ആൾക്കാർക്കും ഉണ്ടാവും 6 അടി മണി, മൂല്യർക്കും ഉണ്ടാവും 6 അടി മണി, ഇച്ചും ഉണ്ടാവും 6 അടി മണി, ആരും വയ്ക്ക് പോരില്ല. പിന്നെ വിഷമം നിങ്ങൾ കാണിഞ്ച വിഷമം ഭയങ്കര വിഷമം. താത്തക്ക് വിഷമം ഭയങ്കര കൂടുതലാട്ടോ.
6 മണിക്ക് ഞാൻ കുടിയിൽ നീച്ചു പോയിട്ട് 11 മണിക്ക് അയാളെ ഓ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നിട്ട് തങ്ങള് വിളിക്കുന്ന സമയത്ത് തങ്ങള് വിളിക്കല മോളെ അയച്ചോ സെക്കിനെ ഇനി പോലെ ഇങ്ങോട്ട് ഇറങ്ങി പോരട്ടോ ഞാൻ ഇവിടെ കാത്തിക്കാണ് നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വരണത്താത്ത പതി രാവിലെ എണീച്ച് പോണോ. ഞാൻ എത്തി. എന്നിട്ട് 5 മണി വരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു. ആ 5 മണിക്ക് ആദ്യത്താത്ത പറഞ്ഞത് ഞാൻ 4 മണിക്ക് അവിടെ കയ്യോ അതിന് മുന്നേ എനിക്ക് ടോക്കൺ കിട്ടിയത്. ഇപ്പം പറഞ്ഞ 5 മണിക്ക് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിട്ടോ. അയാൾ എന്തെങ്കിലും ഒരുപാട് മൂല്യന്മാരെത്തൊക്കെ ഞാൻ പോയിക്കൂടി പാത്യസോത്തോത്തിക്കൂടി സലാത്ത് ചെടിക്കൂടി അങ്ങനെ ഇസ്മയുടെ നൂല് തരും, നൂല് ഉതിത്തരും, വള്ളം ഉതിത്തരും. അയാൾ മൂല്യന്മാർക്ക് എന്തുണ്ടെങ്കിലും കജ്ജന പൈസ നമ്മൾ അയാളെ മുന്നിൽ വെച്ചു കൊടുത്താൽ ഞങ്ങൾ പോലെ അയാൾ ഏത് മൂല്യന്മാർ ഇത്ര പൈസ വേണം അത് ഇത്ര പൈസ തന്നാലേ നോക്കുള്ളൂ. ഒരു മൂല്യന്മാരും പറഞ്ഞ 100കണക്കിന് ഫോണിൽ പോകുന്ന മൂല്യന്മാരുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട ഇവിടെ അല്ല എന്നാ അവിടെ പോയിക്കൂടെ. നിങ്ങൾ എന്തിനു മെനക്കെട്ട് ഇത്രയും ബുദ്ധിമുട്ടായി ഇവിടെ ഒക്കെ പോയിരുന്ന പിന്നെ അറിവിന്നിലാവ് അതിന്റെ അറിവിന്നിലാവിലൊക്കെ നിങ്ങൾ പോയിക്കൂടെ എന്നാ അവിടെ പോയിക്കൂടെ നിങ്ങൾക്ക്. അയാൾ മാന്യ പാത്യസുഹൃത്തും യാസിനും ഒക്കെ തലയിൽ ഊതി പറഞ്ഞേക്കും. നമ്മള് ഒരു ഉറുപ്പ് അയാൾ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണേ 10-100 അയാളെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ വാങ്ങുള്ളൂ. ഇനി വരുമ്പോ നിങ്ങൾ പൈസ കൊണ്ടുവരുന്നു അയാൾ പറയിട്ടില്ല. ഇത് ചെന്ന് കണ്ടപ്പോ തന്നെ അയാൾ പറഞ്ഞ ഗൂഗിൾ അറിവിന്നിലാവിന്റെ ഉസ്താദൊന്നും കേൾക്കണ്ട കേട്ടോ. നിങ്ങൾ പറയുന്നത് അവരൊന്നും ഒരിക്കലും ഇവിടെ പറയുന്നവർക്ക് ഇഷ്ടം തന്നെ ഉണ്ടാവില്ല. ഓരോക്കാന്ന് വെച്ച തങ്ങന്മാരെ സ്നേഹിക്കുന്നതാണ് അറിവിന്ദിലാവിലുള്ളതും ബാക്കി എല്ലാ പണ്ഡിതന്മാരും. അവരെ നിങ്ങൾ വെറുതെ ഇവിടെ എടുത്ത് പറയണ്ട. എനിക്ക് 5000-10000 ഇട്ടാലേ ഞാൻ നോക്കുള്ളൂ. ഇവിടെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ നോക്കുള്ളൂ. 5000-500-1000 ഞാൻ നോക്കൂല. അല്ലെങ്കിൽ വല്ല കാലത്തെ ഒരിക്കലും അത് ഒരു തങ്ങന്മാരും പറയൂല എനിക്ക് നിങ്ങൾ 500-1000 തന്നാൽ നോക്കൂലാണ്. ഇത്ര പൈസ ആ ചികിത്സക്ക് എത്ര പൈസ ഉണ്ടാവും അത് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കാൻ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. മാരെ മോതിരോ വാളി കൊടുന്നാലേ നോക്കുള്ളൂ. അപ്പൊ എനിക്ക് വിഷമായി എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊന്നും എത്താതെ തെളിയിച്ചെന്നാൽ നന്നായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്തൊരു സത്യാവസ്ഥയാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന തങ്ങളോ ഇനി ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ബാക്കിയൊരു ഇനി പോയ കമൻറ്റിൽ ഇത് ഒന്ന് നിങ്ങൾ പറയുക. നിങ്ങളോട് ആരെങ്കിലും ഇതേപോലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ കയ്യിലെ ഉള്ള സ്വർണ്ണം ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ഞാൻ നിങ്ങളെ നോക്കൂ സംസാരിക്കുന്ന തങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തിനർത്ഥത്തെ ഇത് കളവൊക്കെ ഇവിടെ വന്നിങ്ങനെ പറയുന്നത്? പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാന്നാ ഞാൻ പറഞ്ഞത്. ഒരു മോദിയാരായി ഒരു ഉസ്താദല്ല തങ്ങളാണത് അങ്ങനെ പറയല്ല. നമ്മള് ഡോക്ടർമാർ നമ്മളെ തീരെ നോക്കിയിട്ട് ഒരു പീസ് എത്രയെന്ന് പറഞ്ഞിട്ട് പീസ് തരാനല്ല ഡോക്ടറെ. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അയാള് പറയും ഞാൻ നോക്കൂല എന്നൊരു ഡോക്ടർമാരും പറയില്ല. എന്നാ അങ്ങോട്ട് ചെന്ന് നോക്കാൻ ഇപ്പോഴത്തെ ഡോക്ടർമാർ നിങ്ങളെ കാത്തിരിക്കാനല്ലേ പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നോക്കാൻ. അതിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അവിടെ പോയി കൊടുന്നാല്. ഇയാൾ ചെന്ന് കണ്ടപ്പോഴാണ് പറഞ്ഞ പൂകൾക്ക് 5000-10000 ഇടണം അല്ലെങ്കിൽ ഈ പൊട്ടി ഈ പാത്രത്തിൽ കൊണ്ട് സ്വർണ്ണം ഇടണം എന്നാ പറഞ്ഞത്. ആ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുനിയാവിലൊരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നെവിന്റെ മക്കളും പേരക്കുട്ടികളും ആണെങ്കിൽ ആദ്യം ഈ താത്ത പറഞ്ഞത് എനിക്ക് തങ്ങളോട് എതിർപ്പില്ല കമന്റ് അടിച്ചവരോടാണെന്ന്. ഇപ്പൊ ഇതേ വോയിസ് തന്നെ ഇത്താത്ത പറയുന്നത് നിങ്ങൾ കേട്ടോ. ആ തങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എല്ലാം ഇതിന്റെ നാവിന്ന് വരുന്ന എന്റെ പൊന്നാര പെങ്ങളെ നിങ്ങളെ നാവ് ശരിയില്ല. സത്യല്ലേ നിങ്ങൾ പറയും ഈ നാവ് എന്നിട്ടാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. ഹെൽപ്പ് ചെയ്യാനാ നമ്മൾ എന്തിനാ തേടണം നബിനോട്. പടച്ചോനെ എന്റെ പൊരുത്തപ്പെട്ട റബ്ബെ ജേർക്ക് നബി റസൂലിനെ കൂടി നമ്മൾ തേടണം. എന്തിനാ നമ്മക്ക് അള്ളാഹും നബിയെ പൊരുത്തപ്പെട്ട് തരാൻ അല്ലേ. പിന്നെ ഇയാളെത്തി ചെന്നിട്ട് ഇയാൾ 10000, 20,000, 5000 ആണെന്ന് പറഞ്ഞാൽ നീ പാവപ്പെട്ട എന്റെ താത്ത നിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ആ വിഷമം കൊണ്ട് സങ്കടം നിർത്തിയിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയോ. അത് ഇന്റെ സ്ഥാനത്ത് നിങ്ങളൊരാണായാലും പെണ്ണായാലും അതേ പറയുള്ളൂ മക്കളെ. അല്ലാതെ കുറച്ച് ഫാസ്റ്റ് അയക്കല്ലേ ഒരുപാട് സമയം അയാളെ ഐഡി കൊണ്ട് കമന്റ് ചെയ്തത് നല്ല അന്തസ്സും അഭിമാനം ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോ. ഒരുപാടുണ്ട് മൂല്യമാരെ എന്തിനാ മോറ് കാട്ടി. ഈ കേരളത്തിൽ അനവധി പെണ്ണുകളും തട്ടം മോറ് മറക്കാതെ നടക്കുന്ന ഓരൊക്കെ മോറുകൾ മറപ്പിച്ച് ഞാൻ മോറ് മറച്ചോ എന്റെ തല മറച്ചോ എന്റെ മുടി കാട്ടിയോ അത് ഇഞ്ച കവർക്ക് ഞാൻ പോണ്. നിങ്ങളൊരാളെ വീട്ടിലും വന്ന് നിങ്ങളൊരാളോട് പൈസ ചോദിച്ചിട്ടും നിങ്ങളൊരാളെ എത്തുമ്പോ പിച്ചക്കിറക്കാൻ വന്നിട്ട് നിങ്ങളൊക്കെ മോറ് നിങ്ങൾ ഇങ്ങനെ തോന്നിയാസം പറയുമ്പോ അതിങ്ങനെ കേട്ട് നിൽക്കാൻ ഞങ്ങൾ ഇവിടെ വെറുതെ ഞങ്ങൾ വിഡ്ഢികളാ കേരളത്തിലെ ആൾക്കാർ അല്ലേ. കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാട്ടിക്കുന്ന അന്തസ്സായിട്ട് ഭയങ്കര അന്തസ്സിനാ ഇന്നെക്കാട്ടും നല്ല
ആൾക്കാരെ നമുക്ക് മുഖം കയ്യിന് മുമ്പിലും കണ്ടല്ലോ ഇപ്പൊ അത്ര കിട്ടിയെങ്കിൽ നാട്ടിലൊന്നും നന്നാക്കി. നിങ്ങൾ നന്നാക്കാൻ കഴിഞ്ഞാൽ ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുങ്ങൾ ചാടിപ്പോലും ഈ പ്രേമിച്ചതിനും കുത്തും കൊല്ലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ സത്യസന്ധത കൊണ്ട് നടന്നാല് പിന്നെ ഞാൻ ഇങ്ങനെ മോഹനും മൂല്യമാരത്ത് കിട്ടീനെ ഇങ്ങക്ക് എന്ത് തേങ്ങ നിങ്ങൾ അല്ല ഇതൊക്കെ നിങ്ങൾക്കും പോയി നോക്കിക്കൂടെ? നിങ്ങളും ഇതേപോലെ നാട്ടിലുള്ള ആൾക്കാരല്ലേ, വേറെയുള്ള ആൾക്കാർ കുറ്റം പറയണോ? നിങ്ങൾ ഈ പറയുന്നത് നേരെ ഒരു കള്ളനും കഞ്ചാവിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെ എന്തോ ഒരാളുണ്ടായിരുന്നു. അല്ലെങ്കിൽ പറയുമ്പോൾ കുറച്ചൊരു മയത്തിൽ പറയും. എന്നാൽ തന്നെ നിങ്ങളെ സഹതാപം കേട്ടിട്ട് കുറച്ച് ആൾക്കാർ നിങ്ങളെ കൂടെ വരും. ഞങ്ങളല്ല ഞങ്ങളെ നാട്ടുകാരല്ല ഞങ്ങളെ കുടുംബമല്ല. ഞാൻ ഫോണ് കിട്ടതാ, ഫോണ് കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആളാരാണ് അത് നോക്കി താത്ത. നിങ്ങളിപ്പോ എന്നെ കുറിച്ചൊരു ചീത്ത പറയാണ്. അപ്പൊ ഞാൻ ആരും കേട്ടാണ് പോവുക ചെയ്യേണ്ടത്? എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ചീത്ത എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ നിങ്ങൾക്ക് മറുപടി തരും. അത് സർവ്വസാധാരണമാണ്. എന്റെ വാപ്പനെ തല്ലുന്നത് ഞാൻ നോക്കി നിൽക്കുക അയ്യ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഓനെ ചീത്ത പറഞ്ഞാൽ തച്ചാ തിരിച്ചു വെച്ചാൽ മതിയോ? നിങ്ങൾ ഈ തങ്ങളെ സ്നേഹിക്കുന്ന അനവധി പെങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ ഇന്ന് കേരളത്തിലുണ്ട്. ഇനിയും കൂടാൻ പോവുക തങ്ങൾക്ക്. തങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ റമദാനാവുമ്പോൾ തങ്ങൾക്ക് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവും. ആ വിവാദങ്ങൾക്കനുസരിച്ച് തങ്ങൾക്ക് ഇങ്ങനെ ആളുകൾ കൂടി വരുമെന്ന് സത്യം പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വിഷമങ്ങൾ തീർത്ത് കൊടുക്കാൻ കഴിയും. ഇനി ഞാൻ കേൾക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ, നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെത്തും പല സ്ഥലത്തും പോയിട്ട് നമുക്കൊന്നും മാറുന്നില്ല. നമ്മൾ മക്കളെ കെട്ടിക്കാനാണെങ്കിലും മക്കളില്ലാത്തവർക്കാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുടുംബ സ്വത്ത് തർക്കമുള്ളവരൊക്കെ ആണെങ്കിലും അവസാനം ഒരു കേന്ദ്രമുണ്ട് നമുക്ക്. ആരാണത്? അവസാനത്തെ ഒരു കേന്ദ്രം. നമ്മൾ ഷഫായത്തിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഷഫായത്ത് ചിന്തിക്കുന്നില്ലേ? നമ്മളെ നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന സയ്യിദിൻ്റെ അടുത്ത് തങ്ങന്മാരുടെ അടുത്ത് പോകുക എന്നുള്ളത് ആ ഒരു പേര് മതി. ഇന്ന് തങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കരഞ്ഞ തങ്ങൾ പറയുന്നത് എൻ്റെ വാപ്പാൻ്റെ പേര് ആധാർ കാർഡിൽ ആറ്റക്കോയ തങ്ങൾ എന്നുണ്ട്. ആ തങ്ങൾ മോനല്ല ഞാൻ, പിന്നെ ആ തങ്ങളെ മോന് ഞാൻ ആയതുകൊണ്ട് എൻ്റെ ആധാർ കാർഡിൽ ആറ്റക്കോയ തങ്ങൾ വാപ്പാൻ്റെ പേരുണ്ട്. അത് ഞാൻ തെളിയിക്കണം എന്നാ തങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിപ്പിക്കുന്ന നമ്മളുണ്ടല്ലോ, ഇതേപോലത്തെ സാധനങ്ങൾ. ഞാൻ എന്നും പറയലുണ്ട്, ഇവരൊക്കെ സൂക്കേട് മാറണമെങ്കിൽ അവിടുത്തെ ഒരു കുപ്പി തേന് വാങ്ങിയിട്ട് ആ നാവിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂക്കേടൊക്കെ മാറും. ഇനിയെങ്കിലും വിവാദങ്ങൾക്ക് ഞാൻ ഇന്നൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതിനും ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു അവസാനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. തങ്ങളെ കാണാൻ തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ വരും, ഞാൻ തങ്ങളെടുത്ത് പോവുകയും ചെയ്യും. അവിടുന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു പോയി തങ്ങളെ മുറുകെ പിടിക്കുകയും തങ്ങളെ ഒരു സംശയവും ഇല്ല. ആ തങ്ങളെ കുറിച്ച് അടുത്തറിയാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനത്തെ കുറച്ച് പെണ്ണുങ്ങളാണ്. ഞാനിപ്പം ബഹ്റൈനിലാണുള്ളത്. പക്ഷെങ്കിൽ ഏതെങ്കിലും സമയത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് തങ്ങൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ തങ്ങളെ കൂട്ടിപ്പിടിക്കാൻ ഇനി ഞാനും ഒരുക്കാണ്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ തങ്ങളാണ് എന്ന നിലക്ക്, വേറെ ഒന്നുമല്ല, തങ്ങൾ ഒരു സയ്യിദാണ്. ആ സയ്യിദിനെ നിലക്ക് നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി എന്ന് പറഞ്ഞിട്ടാണ് കയ്യിൻ്റെ ചൂണ്ടാണി വരൽ നമ്മളെ ചൂണ്ടുന്നത്. വഅലാ ആലി, ആ നബിൻ്റെ കുടുംബക്കാരുടെ പേരും പഠിച്ചവനെ നീ ഗുണം ചെയ്യണേന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തങ്ങന്മാരെ നമ്മൾ ഒരിക്കലും അവരെ വെറുപ്പിക്കരുത്. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് തങ്ങൾ ദുആ ചെയ്യുന്നത് പോലെ എന്നും നന്മ വരട്ടെ, ഇങ്ങനത്തെ പെങ്ങന്മാർക്ക് അവർക്ക് നല്ലത് വരട്ടെ, നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.